നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ബോൺലെസ് ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തത് 2 പൗണ്ട്, സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് 3 മീഡിയം സൈസിലുള്ള സവോള, വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, നല്ല പഴുത്ത ടൊമാറ്റോ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 5 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 1 ലെമണിൻ്റെ പകുതി, തൈര് 3 ടേബിൾ സ്പൂൺ, തിളപ്പിച്ച വെള്ളം 2.5 കപ്പ്, ഹെവി ക്രീം 1/2 കപ്പ്, കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ, കാഷ്യൂസ് 1/4 കപ്പ്, ഷുഗർ 1/2 ടേബിൾ സ്പൂൺ, ബട്ടർ 3 ടേബിൾ സ്പൂൺ, ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് കാശ്മീരി മുളക് പൊടിയിൽ നിന്നും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലയിൽ നിന്നും 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ തൈര്, പകുതി ലെമണിൻ്റെ ജ്യൂസ്, കുറച്ച് കസൂരി മേത്തി, എന്നിവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. മസാല ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ കവർ ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഈ സമയത്ത് നമുക്ക് ബട്ടർ ചിക്കന് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു സ്കില്ലറ്റിലോട്ട് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് ചൂടാക്കുക. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വഴറ്റുക. സവോള ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് വഴറ്റുക. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലോട്ട് ബാക്കിയുള്ള കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും ഇട്ട് വഴറ്റുക. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടിയുടെ കൂടെ ആഡ് ചെയ്യണം.
കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് ബട്ടർ ചിക്കന് നല്ല കളർ കിട്ടും. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ടൊമാറ്റോ ഇപ്പോൾ നന്നായിട്ട് വെന്തലിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂസ് ഇതിലോട്ടിട്ട് 5 മിനിറ്റോളം വഴറ്റണം. ഇതിനി ചൂടാറി കഴിയുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ചിക്കൻ ഇപ്പോൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സ്കില്ലറ്റിലോട്ട് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഓരോ ചിക്കൻ പീസുകളും 3 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. ഏകദേശം 10 മിനിറ്റോളം കുക്ക് ചെയ്യണം. ചിക്കൻ പീസുകൾ 3/4 ഭാഗത്തോളം വെന്താൽ മതി. ചിക്കൻ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇത് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടി ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അരപ്പിന് വേണ്ട ഈ ഉള്ളി ഇപ്പോൾ ചൂടാറിക്കഴിഞ്ഞു. ഇതിനി നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ ഗ്രൈൻഡറിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്ത അരപ്പാണിത്. ഇതിനി ഒരു സ്കില്ലറ്റിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ചൂടാക്കുക. ഇതിലോട്ട് ഈ അരപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് തിളപ്പിച്ച വെള്ളം ഇതിലോട്ടൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനെ അടച്ചു വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം,
ഷുഗർ, കസൂരി മേത്തി, എന്നിവയെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ത്രീ ടു 5 മിനിറ്റ്സോളം ഒന്നുകൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.